കല്ലറങ്ങാട്ട് പിതാവ് ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയെ വിശേഷിപ്പിച്ചത് അൺഷേക്കിംഗ് റോക്ക് എന്നൊക്കെയാണ്. അപ്പോൾ സീറോ മലബാർ സഭയെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരു അതിരൂപതയാണ്. ഇന്ന് പല വിഷയങ്ങളോടെയും സീറോ മലബാർ സഭ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു നിലപാട് അത് വളരെ സീറോ മലബാർ സഭ അതിനെ നോക്കിക്കാണുന്നുണ്ട്. ഇപ്പോൾ പിതാവ് അതിൻ്റെ അമരത്തേക്ക് വരുമ്പോൾ പിതാവിലേക്ക് ആ ഒരു ചുമതലയും കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരി അതിരൂപത വലിയ പുതിയ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്. സഭയുടെ പാരമ്പര്യങ്ങൾ മറന്നു പോകരുത്. അതായത് നമ്മളെ ഒരു പൗരസ്ത്യ സഭയാക്കുന്നത് പൗരസ്ത്യ പാരമ്പര്യങ്ങളാണ്. പൗരസ്ത്യ ആരാധനാക്രമം വേണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് പൗരസ്ത്യ സഭയായിട്ട് തുടരാൻ സാധിക്കുക? വളരെ ലളിതമായ ഒരു ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം കണ്ടെത്തുകയും അത് വേണമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും അതിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. പൗരസ്ത്യമായ ഘടകങ്ങൾ ഇല്ലാതെയാകുമ്പോൾ ഇത് പൗരസ്ത്യ സഭ അല്ലാതെയാകും. നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എക്ലേസിയൽ ഐഡന്റിറ്റി, സഭാപരമായ ഒരു സ്വത്വബോധം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പൗരസ്ത്യ സഭയായിട്ട് നിലനിൽക്കുമ്പോൾ. അതിനു വേണ്ടിയിട്ടാണ് ചങ്ങനാശ്ശേരി അതിരൂപത ഇന്നും നിലനിന്നിട്ടുള്ളത്. അത് പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കാത്ത വ്യക്തികൾ അതൊരു ഭൗതിക തലത്തിലെ അതൊരു വലിയ സംഘർഷത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. പക്ഷേ ചങ്ങനാശ്ശേരി അതിരൂപത എന്നും സഭയോട് വിധേയപ്പെട്ടു. ചില നിലപാടുകളിൽ അല്പം വിട്ടുവീഴ്ച ചെയ്യാൻ പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായ ഒരു അതിരൂപതയാണ്. അതുകൊണ്ട് അവിടെ അതിൻ്റെതായ സമാധാനവും സന്തോഷവും. അവസാനമായിട്ട് ചോദിക്കാനുള്ള പിതാവ് ഒരുപാട് നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയെല്ലാം ക്രൈസ്തവ സഭയിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ സഭയെ ബാധിക്കുന്ന എന്തൊരു പ്രശ്നങ്ങൾക്കും ആദ്യം പിതാവ് നിലപാടുമായി മുന്നോട്ട് വരാറുണ്ട്. ഞങ്ങൾ മാധ്യമപ്രവർത്തനം ഒരുപാട് സന്തോഷമാണ്. കാരണം ഫേസ്ബുക്കിലേക്ക് പിതാവ് അതിൻ്റെ കൃത്യമായ വ്യക്തമായ നിലപാടുകൾ അറിയിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ആർച്ച് ബിഷപ്പായിട്ട് വരുമ്പോഴും ഈ നിലപാടുകൾ കൃത്യമായിരിക്കില്ല ഇനിയും? ആർച്ച് ബിഷപ്പായിട്ട് വരുമ്പം ഒത്തിരി പറയരുത് എന്നാണ് എല്ലാവരും എന്നോട് എനിക്ക് ഉപദേശം തന്നിരിക്കുന്നത്. എൻ്റെ ഒരു വലിയ ബോധ്യം, നമുക്ക് പ്രബോധനം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. മെത്രാൻ്റെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് പ്രബോധനം കൊടുക്കുക. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസികളുടെ മനസ്സിൽ അങ്കലാപ്പുകളുണ്ട്. അവിടെ നമുക്ക് ശരിയായ പ്രബോധനം കൊടുക്കാനായിട്ട് സാധിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പലപ്പോഴും പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതിൽ ഫേസ്ബുക്ക് പോലുള്ള, ഇപ്പോൾ ഫേസ്ബുക്ക് ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയെന്ന് പറയുന്നു, അതുപോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഉപകരിക്കണം. അതുതന്നെയാണ് പരിശുദ്ധ പിതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കണം. അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. നമ്മൾ പള്ളിയിൽ പ്രസംഗം പറയുന്നത് പോലെ തന്നെ അതിനേക്കാളും വളരെ ശക്തമായ ഒരു ഉപാധിയായിട്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ മാറുകയാണ്. അത് ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, താങ്ക് യു പിതാവ്. എല്ലാവിധ ആശംസകളും ഗുഡ്നസ്റ്റിയുടെ പേരിൽ തരുന്നു.